الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ഹജ്ജ് പോലെ തന്നെ കഴിവുള്ളവർ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർവഹിക്കൽ നിർബന്ധമായ കർമ്മമാണ് ഉംറ. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തിയാക്കി ചെയ്യുക. ഉംറക്ക് പ്രത്യേക കാലമില്ല. ഉംറ സ്വതന്ത്രമായും ഹജ്ജിന്റെ കൂടെയും നിർവഹിക്കാവുന്നതാണ്. ഇഹ്റാം, തവാഫ്, സഅയ്, മുടിയെടുക്കൽ എന്നിവയാണ് ഉംറയുടെ കർമ്മങ്ങൾ. ഇഹ്റാം, ഹജ്ജിനോ ഉംറക്കോ വേണ്ടിയുള്ള നിയ്യത്തിനാണ് ഇഹ്റാം എന്ന് പറയുന്നത്. നിഷിദ്ധമാക്കുക, നിരോധിക്കുക എന്നെല്ലാമാണ് ഇഹ്റാം എന്ന വാക്കിന്റെ അർത്ഥം. ഹജ്ജിനും ഉംറക്കും നിയ്യത്ത് ചെയ്യുന്നതോടുകൂടി സാധാരണ അനുവദനീയമായ പലതും നിഷിദ്ധമാകുന്നതുകൊണ്ടാണ് ഇഹ്റാം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മീഖാത്തുകൾ, ഇഹ്റാം ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് മീഖാത്തുകൾ എന്ന് പറയുന്നു. വിവിധ ഭാഗങ്ങളിലൂടെ ഹജ്ജിനും ഉംറക്കും പോകുന്നവർക്ക് ഇഹ്റാം ചെയ്യുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി 5 സ്ഥലങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുകയുണ്ടായി. ദുൽഹുലൈഫ, ജുഹ്ഫ, ഖർനുൽ മനാസിൽ, യലംലം, സാത്ത് ഇർഖ് എന്നിവയാണ് ആ സ്ഥലങ്ങൾ. ഇന്ത്യയിൽ നിന്നോ ഗൾഫിൽ നിന്നോ വിമാനമാർഗം ജിദ്ദയിൽ പോകുന്നവർ ഖർനുൽ മനാസിലിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ഗൾഫിൽ നിന്ന് റോഡ് മാർഗം മദീനയിൽ പോകാതെ നേരെ മക്കയിൽ പോകുന്നവരും ഖർനുൽ മനാസിലിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്നു. തായിഫിനടുത്ത ഒരു പ്രദേശമാണ് ഖർനുൽ മനാസിൽ. ഇപ്പോൾ അതിന് അസ്സൈലുൽ കബീർ എന്നും വാദി മഹ്റം എന്നും പറയുന്നു. അവിടെ നിന്ന് മക്കയിലേക്കുള്ള ദൂരം 77 കിലോമീറ്ററാണ്. മദീന വഴി പോകുന്നവർ ദുൽഹുലൈഫയിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. അവിടെ നിന്ന് മക്കയിലേക്ക് 420 കിലോമീറ്ററും മദീനയിലേക്ക് 13 കിലോമീറ്ററും ദൂരമുണ്ട്. ഇന്ന് അബിയാർ അലി എന്ന പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. ഇഹ്റാം ചെയ്യുന്നവരുടെ സൗകര്യാർത്ഥം വിശാലമായ പള്ളി, കുളിമുറികൾ, ടോയ്ലറ്റുകൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. മീഖാത്തുകളുടെയും ഹറമിന്റെയും ഇടയിൽ താമസിക്കുന്നവർ തങ്ങളുടെ താമസ സ്ഥലത്ത് നിന്ന് ഇഹ്റാം ചെയ്താൽ മതി. ഉദാഹരണമായി ജിദ്ദയിൽ താമസിക്കുന്നവർ തങ്ങളുടെ താമസ സ്ഥലത്ത് നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ഹറമിന്റെ അതിർത്തിക്കുള്ളിൽ താമസിക്കുന്നവർ ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നത് ഹറമിന് പുറത്തു വെച്ചായിരിക്കണം. ഇഹ്റാമിന്റെ മുന്നൊരുക്കങ്ങൾ: ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നഖം മുറിക്കുക, മീശ വെട്ടുക, കക്ഷത്തിലെയും ഗുഹ്യഭാഗത്തെയും മുടി നീക്കുക, കുളിക്കുക, ഉളുവെടുക്കുക, പുരുഷന്മാർ സുഗന്ധം ശരീരത്തിൽ പൂശുക എന്നീ കാര്യങ്ങൾ സുന്നത്താണ്. പിന്നീട് പുരുഷന്മാർ സാധാരണ വസ്ത്രങ്ങൾ ഒഴിവാക്കി ഒരു തുണി ഉടുക്കുകയും ഒരു മുണ്ടുകൊണ്ട് പുതക്കുകയും ചെയ്യുക. ഇരു ചുമലുകളും മൂടുന്ന രൂപത്തിലാണ് മേൽമുണ്ടുകൊണ്ട് പുതക്കേണ്ടത്. തുണിയും മുണ്ടും വെള്ളയാവുന്നതാണ് ഉത്തമം. സ്ത്രീകൾക്ക് ഇഹ്റാമിന് പ്രത്യേക വസ്ത്രമോ വസ്ത്രങ്ങൾക്ക് പ്രത്യേക നിറമോ ഇല്ല. ഇഹ്റാമിൽ പ്രവേശിക്കൽ ഏതെങ്കിലും നമസ്കാരത്തിന് ശേഷം ആയിരിക്കൽ ഉത്തമമാണ്. ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നവർ അല്ലാഹുമ്മ ലബ്ബൈക ഉംറ, അല്ലാഹുവേ ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു എന്ന് പറയൽ സുന്നത്താണ്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ധാരാളമായി തൽബിയത്ത് ചൊല്ലൽ സുന്നത്താകുന്നു. തൽബിയത്തിന്റെ രൂപം
ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, ഞാനിതാ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു, ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു, ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു, നിനക്ക് ഒരു പങ്കുകാരനുമില്ല. ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു, സർവസ്തുതിയും നിനക്ക് അവകാശപ്പെട്ടതാണ്, എല്ലാ അനുഗ്രഹവും നിന്റേതാണ്, എല്ലാ അധികാരവും നിനക്ക് മാത്രമാണ്, നിനക്ക് ഒരു പങ്കുകാരനുമില്ല. ഇഹ്റാമിൽ പ്രവേശിച്ച സ്ത്രീ പുരുഷന്മാർക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ നിഷിദ്ധമാണ്. 1. മുടിയെടുക്കുക, നഖം മുറിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. 2. കുങ്കുമച്ചായം മുക്കിയ വസ്ത്രം ധരിക്കുക. 3. സംഭോഗം, വിഷയാസക്തിയോടുകൂടിയ സംസാരവും സ്പർശനവും, വിവാഹം, വിവാഹാന്വേഷണം തുടങ്ങിയവ. 4. പക്ഷിമൃഗാദികളെ വേട്ടയാടുകയോ വേട്ടയാടാൻ സഹായിക്കുകയോ ചെയ്യുക. 5. നിഷിദ്ധമായ വാക്ക്, പ്രവൃത്തി, അനാവശ്യ തർക്കവിതർക്കങ്ങൾ എന്നിവയിൽ ഏർപ്പെടുക. ഈ കാര്യങ്ങളിലെല്ലാം സ്ത്രീകളും പുരുഷന്മാരും സമമാണ്. എന്നാൽ ഇഹ്റാമിൽ പ്രവേശിച്ച പുരുഷന്മാർക്ക് മാത്രം നിഷിദ്ധമായ മറ്റു ചില കാര്യങ്ങളുണ്ട്. 1. ശരീരത്തിന്റെ ഒന്നായിട്ടുള്ള ആകൃതിയിലോ അവയവങ്ങളുടെ ആകൃതിയിലോ തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കൽ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്. ഷർട്ട്, ബനിയൻ, പൈജാമ, പാൻസ്, അണ്ടർവിയർ, മൂട്ടിയ തുണി, സോക്സ് എന്നിവ ഉദാഹരണം. പക്ഷേ ബെൽറ്റ്, നാട, ചരട്, വാച്ച്, കണ്ണട, മോതിരം എന്നിവ ധരിക്കുന്നതിന് വിരോധമില്ല. 2. തൊപ്പി, മുണ്ട്, തലപ്പാവ്, ടവൽ മുതലായ തലയോട് ചേർന്ന് നിൽക്കുന്ന വസ്തുക്കൾ കൊണ്ട് തലമറക്കാൻ പാടില്ല. എന്നാൽ കുട ഉപയോഗിക്കുന്നതിനോ ടെന്റിന്റെയോ വൃക്ഷത്തിന്റെയോ താഴെ ഇരിക്കുന്നതിനോ വിരോധമില്ല. ആവശ്യമെങ്കിൽ സാധനങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് പോകാവുന്നതുമാണ്. സ്ത്രീകൾക്ക് തുന്നിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാമെങ്കിലും കയ്യുറയോ മുഖം മൂടുന്ന ബുർക്കയോ ധരിക്കാൻ പാടില്ല. പക്ഷേ അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖം മറക്കാവുന്നതാണ്. സ്ത്രീകൾ വസ്ത്രം കൊണ്ട് മുൻകൈ മറക്കുന്നതിനും വിരോധമില്ല. തവാഫ്. ഉംറ നിർവഹിക്കുന്ന വ്യക്തി മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യമായി നിർവഹിക്കുന്ന കർമ്മമാണ് തവാഫ്. കഅബ പ്രദക്ഷിണത്തിനാണ് തവാഫ് എന്ന് പറയുന്നത്. തവാഫിന് വേണ്ടി മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമ്പോൾ സാധാരണ പള്ളികളിൽ പ്രവേശിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ വലതുകാൽ ആദ്യം വെച്ച് പ്രവേശിക്കലും ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അഊദു ബില്ലാഹിൽ അലീം വബിവജീഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ്ശൈത്താനിർ റജീം അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക് എന്ന ദിക്ർ ചൊല്ലലും സുന്നത്താണ്. അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ പ്രവേശിക്കുന്നു, അല്ലാഹുവിന്റെ ദൂതർക്ക് അനുഗ്രഹവും രക്ഷയും ഉണ്ടാകുമാറാവട്ടെ, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് മഹാനായ അല്ലാഹുവിലും ആദരണീയമായ അവന്റെ മുഖത്തിലും അനാദിയായ അവന്റെ അധികാരത്തിലും ഞാൻ അഭയം തേടുന്നു. അല്ലാഹുവേ, നീ എനിക്ക് നിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു തരണമേ. മസ്ജിദുൽ ഹറാമിന്റെ മധ്യത്തിലാണ് കഅബ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിലെ ഒന്നാമത്തെ ദൈവിക ഭവനമാണ് കഅബ. 12 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 15 മീറ്റർ ഉയരവുമുണ്ട് കഅബ മന്ദിരത്തിന്. അത് ലാളിത്യത്തിന്റെ പ്രതീകമാണ്. കഅബയ്ക്ക് ഒരു വാതിലുണ്ട്. ഭൂനിരപ്പിൽ നിന്ന് 2 മീറ്റർ ഉയരത്തിലാണത് സ്ഥാപിച്ചിട്ടുള്ളത്. കഅബയുടെ വാതിലിന്റെ ഇടതുഭാഗത്തുള്ള മൂലയിൽ സ്ഥാപിക്കപ്പെട്ട കല്ലിന് ഹജറുൽ അസ്വദ് എന്ന് പറയുന്നു. നിലത്തുനിന്ന് 1.5 മീറ്റർ ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഹജറുൽ അസ്വദ് വൃത്തത്തിൽ വെള്ളി കൊണ്ട് കെട്ടിയിരിക്കുന്നു.
ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്ന മൂലയിൽ നിന്നാണ് തവാഫ് ആരംഭിക്കേണ്ടത്. തവാഫിന് മുമ്പ് പുരുഷന്മാരുടെ മേൽമുണ്ട് വലത്തെ ചുമൽ പുറത്തു കാണും വിധം വലത്തെ കക്ഷത്തിലൂടെ എടുത്ത് ഇടത്തെ മുകളിൽ ഇടുന്നത് സുന്നത്താകുന്നു. ഇതിന് ഇൽത്തിബാഅ് എന്ന് പറയുന്നു. സാധിക്കുമെങ്കിൽ ഹജറുൽ അസ്വദ് ചുംബിക്കൽ സുന്നത്താണ്. സാധ്യമായില്ലെങ്കിൽ കൈകൊണ്ടോ മറ്റോ അതിനെ തൊട്ടുമുട്ടുക. അതിനും സാധിച്ചില്ലെങ്കിൽ അതിനു നേരെ കൈ ഉയർത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു, അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞ് തവാഫ് തുടങ്ങിയാൽ മതി. തുടർന്ന് അല്ലാഹുമ്മ ഈമാനം ബിക് വതസ്ദീഖൻ ബികിതാബിക് വഫാഅൻ ബിഅഹദിക് വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ നിന്നിൽ വിശ്വസിച്ചുകൊണ്ടും നിന്റെ ഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ടും നിന്നോടുള്ള കരാർ പാലിച്ചുകൊണ്ടും നിന്റെ ദൂതനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടർന്നുകൊണ്ടും ഞാൻ ആരംഭിക്കുന്നു എന്ന് പറയലും സുന്നത്താണ്. കഅബയെ ഇടതുഭാഗത്താക്കിയാണ് തവാഫ് ചെയ്യേണ്ടത്. ഹജറുൽ അസ്വദിന് മുമ്പുള്ള റുക്നുൽ യമാനി എന്ന മൂലയിലെത്തിയാൽ സാധ്യമായെങ്കിൽ അതിനെ വലതുകൊണ്ട് സ്പർശിക്കുകയും അല്ലാഹു അക്ബർ എന്ന് പറയുകയും ചെയ്യൽ സുന്നത്താണ്. സാധിച്ചില്ലെങ്കിൽ ആംഗ്യം കാണിക്കുകയോ തക്ബീർ ചൊല്ലുകയോ വേണ്ടതില്ല. റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ, ഞങ്ങളുടെ നാഥ നീ ഞങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും നന്മ പ്രദാനം ചെയ്യണമേ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കലും സുന്നത്താകുന്നു. ഹജറുൽ അസ്വദിൽ തിരിച്ചെത്തുന്നതോടുകൂടി ഒരു പ്രദക്ഷിണം പൂർത്തിയായി. അങ്ങനെ 7 പ്രദക്ഷിണമാണ് ഒരു തവാഫ്. ആദ്യത്തെ 3 പ്രദക്ഷിണത്തിൽ കാലടികൾ അടുത്തടുത്ത് വെച്ച് വേഗത്തിൽ നടക്കൽ പുരുഷന്മാർക്ക് സുന്നത്താണ്. ആ നടത്തത്തിന് റംല് നടത്തം എന്ന് പറയുന്നു. തവാഫിനിടയിൽ ഏത് ദിക്റും ദുആയും ഖുർആൻ പാരായണവും ആകാവുന്നതാണ്. ഓരോ പ്രദക്ഷിണത്തിലും പ്രത്യേകം ദിക്റും ദുആയും ചെയ്യുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. കഅബക്കരികിൽ അർദ്ധവൃത്താകൃതിയിൽ കാണുന്ന ഹിജർ ഇസ്മായിലിന് പുറത്തുകൂടിയാണ് തവാഫ് ചെയ്യേണ്ടത്. അതിലെ അധിക ഭാഗവും കഅബയിൽപ്പെട്ട സ്ഥലമായതിനാൽ അതിനുള്ളിലൂടെ തവാഫ് ചെയ്താൽ ശരിയാവുകയില്ല. തവാഫിന് ശേഷം മഖാം ഇബ്രാഹിമിന് പിന്നിൽ പോയി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കേണ്ടതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മാണ വേളയിൽ കയറി നിൽക്കാൻ ഉപയോഗിച്ച കല്ലാണ് മഖാം ഇബ്രാഹിം. കഅബ നിർമ്മാണ ശേഷം അത് അദ്ദേഹം കഅബയോട് ചേർത്ത് വെക്കുകയുണ്ടായി. പ്രബലമായ അഭിപ്രായ പ്രകാരം ഹിജറ 17 ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആണ് അത് മുമ്പുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കാണുന്ന സ്ഥലത്തേക്ക് മാറ്റിയത്. ചുമരിൽ നിന്ന് 20 മുഴം അകലെയാണ് ഇപ്പോൾ മഖാം ഇബ്രാഹിം. മാർബിൾ തറയിൽ നിർമ്മിച്ച പിച്ചള അഴികളുള്ള സ്ഫടികക്കൂട്ടിനുള്ളിൽ അത് സംരക്ഷിക്കപ്പെടുന്നു. കഅബ നിർമ്മാണത്തിന്റെ പ്രതീകമാണ് മഖാം ഇബ്രാഹിം. തവാഫിന് ശേഷം അവിടെ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരത്തിൽ 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തിന് ശേഷം സൂറത്തുൽ കാഫിറൂനും 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ഓതൽ സുന്നത്താണ്. മഖാം ഇബ്രാഹിമിന് പിന്നിൽ സൗകര്യമില്ലെങ്കിൽ ഹറമിന്റെ ഏത് ഭാഗത്ത് വെച്ചും ആ 2 റക്അത്ത് നമസ്കരിക്കാവുന്നതാണ്. നമസ്കാര ശേഷം കൈ ഉയർത്തി ധാരാളമായി പ്രാർത്ഥിക്കൽ ഉത്തമമാണ്. തവാഫിനും നമസ്കാരത്തിന് ശേഷം സംസം വെള്ളം കുടിക്കൽ സുന്നത്താകുന്നു. കഅബയുടെ ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്ന മൂലയിൽ നിന്ന് 18 മീറ്റർ ദൂരെയാണ് സംസം കിണർ സ്ഥിതി ചെയ്യുന്നത്. മത്താഫിന്റെ അണ്ടർഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സംസം കിണറിലേക്ക് മത്താഫിന്റെ പിൻഭാഗത്തുകൂടിയാണ് വഴി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ വഴിയുണ്ട്.
കിണറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള പമ്പുകളും പൈപ്പുകളും മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ. പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ടാപ്പുകളിൽ നിന്നാണ് കുടിക്കാനും അംഗശുദ്ധി വരുത്താനും സംസം വെള്ളം ലഭിക്കുക. കൂടാതെ മസ്ജിദുൽ ഹറാമിന്റെ എല്ലാ ഭാഗത്തും തണുത്ത സംസം വെള്ളം സുലഭമായി ലഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസം വെള്ളം കുടിക്കുകയും ഭൂമുഖത്തുള്ള വെള്ളത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സംസം വെള്ളമാണെന്നും അതിൽ വിശപ്പിന് ശമനവും രോഗത്തിന് ഔഷധവുമുണ്ടെന്നും പ്രസ്താവിക്കുകയും ചെയ്തതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഏത് ഉദ്ദേശം മുൻനിർത്തിയാണോ സംസം വെള്ളം കുടിക്കുന്നത് ആ ലക്ഷ്യം നേടാൻ അത് സഹായകമാണെന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകളും വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം കുടിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ വാസിഅൻ വശിഫാഅൻ മിൻ കുല്ലി ദാ, അല്ലാഹുവേ ഞാൻ നിന്നോട് പ്രയോജനകരമായ വിജ്ഞാനവും സുഭിക്ഷമായ ആഹാരവും എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള ശമനവും തേടുന്നു എന്ന് പ്രാർത്ഥിച്ചിരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. സഅയ്, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത വ്യക്തി പിന്നീട് സഫാ മർവയ്ക്കിടയിൽ സഅയ് നടത്തുകയാണ് വേണ്ടത്. മസ്ജിദുൽ ഹറാമിനോട് ചേർന്ന് കിടക്കുന്ന രണ്ട് കുന്നുകളാണ് സഫായും മർവയും. മുമ്പ് അത് രണ്ടും പള്ളിക്ക് പുറത്തായിരുന്നു. പിന്നീട് പള്ളി വിപുലീകരിച്ചപ്പോൾ രണ്ട് കുന്നുകളിലുമുള്ള ഏതാനും പാറക്കല്ലുകൾ ഒഴിച്ചു നിർത്തി ബാക്കി ഭാഗത്ത് മുഴുവൻ മാർബിൾ പതിക്കുകയാണ് ചെയ്തത്. ഹജറുൽ അസ്വദിന് നേരെ കിഴക്ക് ഭാഗത്തായിട്ടാണ് സഫ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ എതിർവശത്ത് മർവയും. സഫായിൽ നിന്ന് മർവയിലേക്കുള്ള ദൂരം ഏകദേശം 395 മീറ്ററാണ്. സഅയ് നടത്തുന്ന സ്ഥലത്തിന്റെ വീതി 20 മീറ്ററും. പോകാനും വരാനും വൺ വേ സമ്പ്രദായം ഏർപ്പെടുത്തിയിരിക്കുന്നു. നടക്കാൻ പ്രയാസമുള്ളവർക്ക് ഉന്തുവണ്ടികളിൽ ഇരുന്ന് സഅയ് നടത്താൻ സൗകര്യമുണ്ട്. ഉന്തുവണ്ടികൾക്ക് സഞ്ചരിക്കാൻ നടുവിൽ പ്രത്യേക വഴിയും നിശ്ചയിച്ചിരിക്കുന്നു. സഫായിൽ നിന്നാണ് സഅയ് ആരംഭിക്കേണ്ടത്. സഫായിൽ കയറുമ്പോൾ ഇന്ന സഫാ വൽ മർവത മിൻ ശാഇരില്ലാഹ്, നിശ്ചയമായും സഫായും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് എന്ന ആയത്തോടൽ സുന്നത്താണ്. പിന്നീട് ഖിബ്ലയുടെ നേരെ തിരിഞ്ഞ് 3 പ്രാവശ്യം തക്ബീർ ചൊല്ലുകയും അള്ളാഹുവെ വാഴ്ത്തുകയും കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. താഴെ പറയുന്ന ദിക്റിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, അവൻ ഏകനാണ്, അവന് ഒരു പങ്കുകാരനുമില്ല, എല്ലാ അധികാരവും അവന് മാത്രം, എല്ലാ സ്തുതിയും അവൻ അവകാശപ്പെട്ടതാണ്. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, അവൻ ഏകനാണ്, അവൻ അവന്റെ വാഗ്ദത്തം പാലിക്കുകയും അവന്റെ അടിമയെ സഹായിക്കുകയും സഖ്യകക്ഷികളെ ഒറ്റക്ക് പരാജയപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം മറവിയുടെ നേരെ വേഗത്തിൽ നടക്കേണ്ടതാണ്. ഇടക്കുള്ള പച്ച അടയാളങ്ങൾക്കിടയിൽ ഓടൽ പുരുഷന്മാർക്ക് സുന്നത്താകുന്നു. മർവയിലേക്ക് കയറുമ്പോൾ സഫായിലേക്ക് കയറുമ്പോൾ ചെയ്തതുപോലെ ഇന്ന സഫ വൽ മർവത മിൻ ശാഇരില്ലാഹ് എന്ന ആയത്തോടലും മുകളിലെത്തിയാൽ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് സിക്റും ദുആയും ചെയ്യലും സുന്നത്താണ്. പിന്നീട് സഫായിലേക്ക് തന്നെ മടങ്ങണം. അങ്ങനെ 7 പ്രാവശ്യമാണ് സഅയ് നടത്തേണ്ടത്. സഫായിൽ നിന്ന് മർവയിലേക്കുള്ള നടത്തം ഒരു സഅയായും മർവയിൽ നിന്ന് സഫായിലേക്കുള്ള തിരിച്ചുപോക്ക് രണ്ടാമത്തെ സഅയായുമാണ് പരിഗണിക്കുക. ഉംറയുടെ കർമ്മങ്ങളിൽ നിന്ന് പിന്നീട് അവശേഷിക്കുന്നത് മുടിയെടുക്കൽ മാത്രമാണ്. മുടി മുഴുവൻ കളയുകയോ വെട്ടുകയോ ആവാം. മുടി മുഴുവനായി കളയുന്നതാണ് ഉത്തമം. അതോടുകൂടി ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഹജ്ജ് കർമ്മം. ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങൾ ദുൽഹജ്ജ് 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലാണ് തുടർച്ചയായി അനുഷ്ഠിക്കപ്പെടുന്നത് എങ്കിലും ശവ്വാൽ 1 മുതൽ തന്നെ ഹജ്ജ് കാലം ആരംഭിക്കുന്നു. സൗദി അറേബ്യയിലെ ഹജ്ജ് മന്ത്രാലയമാണ് ഹജ്ജ് കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത്. ഓരോ വർഷവും മാസങ്ങൾക്ക് മുമ്പ് തന്നെ മന്ത്രാലയം ഹജ്ജ് യാത്ര സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളടങ്ങിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. വിദേശികൾക്ക് ഹജ്ജിന് പോകുവാൻ സൗദി സ്ഥാനപതി കാര്യാലയങ്ങളിൽ നിന്ന് ഹജ്ജ് വിസ സമ്പാദിക്കേണ്ടതാണ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദകരമായ യാത്രയാണ് ഹജ്ജ് യാത്ര. യാത്ര ആദ്യന്തം ആയാസകരവും ക്ലേശപൂർണവുമാണെങ്കിലും ഉദാത്തമായ ലക്ഷ്യബോധം അതിനെ ആഹ്ലാദഭരിതമാക്കുന്നു. യാത്ര പുറപ്പെടുന്ന വ്യക്തി തന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ബാധ്യതകൾ നിർവഹിച്ച ശേഷം പുറപ്പെടുന്നതാണ് ഉത്തമം. അവധിയെത്തിയ കടം വീട്ടുകയും അവധിയെത്താത്ത കടം യഥാസമയം വീട്ടുവാൻ ആവശ്യമായ ഏർപ്പാട് ചെയ്യുകയും വേണം. ആരോടെങ്കിലും പിണക്കമോ അസ്വാരസ്യമോ ഉണ്ടെങ്കിൽ യാത്രയ്ക്ക് മുമ്പായി അത് തീർക്കാൻ ശ്രമിക്കേണ്ടതാണ്. യാത്ര പോകുന്നവർ ബന്ധുമിത്രാദികളോട് യാത്ര ചോദിക്കുന്നതും അവർ പരസ്പരം നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്നതും ഉത്തമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്നവരോട് അസ്തൗദുല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക, എന്റെ ദീനിനെയും അമാനത്തിനെയും അന്ത്യകർമ്മങ്ങളെയും ഞാൻ അല്ലാഹുവിങ്കൽ ഏൽപ്പിക്കുന്നു എന്ന് പറയാറുണ്ടായിരുന്നു. ഹജ്ജിനും ഉംറക്കും പോകുന്നവരോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നതും നല്ല കാര്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉംറക്ക് പോകാൻ അനുവാദം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രിയ സഹോദര, താങ്കളുടെ പ്രാർത്ഥനയിൽ എന്നെ മറക്കരുതേ. യാത്ര പുറപ്പെടുന്ന വ്യക്തി വാഹനത്തിൽ കയറുമ്പോൾ ഇങ്ങനെ പറയൽ സുന്നത്താണ്: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീ സഫറിനാ ഹാദൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർളാ. اللهم هون علينا سفرنا هذا واطب عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنقلب ومن الحور بعد الكور ومن دعوة المظلوم ومن سوء المنظر في الأهل والمال. الله ഏറ്റവും വലിയവനാണ്, അല്ലാഹു ഏറ്റവും വലിയവനാണ്, അല്ലാഹു ഏറ്റവും വലിയവനാണ്. നമുക്ക് ഈ വാഹനം സൗകര്യപ്പെടുത്തി തന്ന അല്ലാഹു പരമപരിശുദ്ധനാണ്. നമുക്ക് സ്വന്തമായി ഇത് നേടുവാൻ സാധിക്കുമായിരുന്നില്ല. തീർച്ചയായും നാം നമ്മുടെ നാഥങ്കലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഈ യാത്രയിൽ പുണ്യവും തഖ്വയും നിനക്കിഷ്ടകരമായ കർമ്മവും തേടുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ യാത്ര പ്രയാസരഹിതമാക്കി തരണമേ. അതിന്റെ ദൈർഘ്യം ചുരുക്കിത്തരികയും ചെയ്യണമേ. അല്ലാഹുവേ, നീയാണ് യാത്രയിൽ എന്റെ കൂട്ടുകാരൻ. നീ തന്നെയാണ് എന്റെ കുടുംബത്തിലെ പ്രതിനിധിയും. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖപൂർണമായ തിരിച്ചുവരവിൽ നിന്നും സുസ്ഥിതിക്കു ശേഷം ദുസ്ഥിതിയിൽ നിന്നും മർദ്ദിതന്റെ പ്രാർത്ഥനയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും മോശമായ അവസ്ഥ ദർശിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ഇഹ്റാമിനുള്ള വസ്ത്രങ്ങൾ നിശ്ചിത സമയത്ത് എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ കൂടെ കരുതേണ്ടതാണ്. വിമാനയാത്രക്കാർ
ജിദ്ദയിലേക്ക് വിമാനം കയറുന്നതിന് മുമ്പായി ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നതായിരിക്കും സൗകര്യം. കയറുമ്പോൾ തന്നെ ഇഹ്റാം, അതായത് നിയ്യത്ത് ചെയ്യാമെങ്കിലും മീഖാത്തിലെത്തുമ്പോൾ ഇഹ്റാം ചെയ്യുന്നതാണ് ഉത്തമം. സമയമാകുമ്പോൾ ഹജ്ജ് വിമാനങ്ങളിൽ മീഖാത്തിനെ സംബന്ധിച്ച അറിയിപ്പുണ്ടാവും. വിമാനം ജിദ്ദയിൽ ഇറങ്ങുന്നതിന്റെ ഏകദേശം 25 മിനിറ്റ് മുമ്പാണ് മീഖാത്തായ കർനുൽ മനാസിലിൽ എത്തുക. ഇഹ്റാമിന്റെ രൂപങ്ങൾ. ഹജ്ജ് മാസങ്ങളിൽ ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് മീഖാത്തിലെത്തിയ ആൾക്ക് ഇഹ്റാമിന്റെ 3 രൂപങ്ങളിൽ ഒന്ന് സ്വീകരിക്കാവുന്നതാണ്. ഒന്ന്, ഉംറയ്ക്ക് മാത്രം ഇഹ്റാം ചെയ്യുക. 2, ഹജ്ജിന് മാത്രം ഇഹ്റാം ചെയ്യുക. 3, ഹജ്ജിനും ഉംറയ്ക്കും ഒന്നായി ഇഹ്റാം ചെയ്യുക. ആദ്യത്തെ രൂപത്തിന് തമത്തു എന്നും, രണ്ടാമത്തെ രൂപത്തിന് ഇഫ്രാദ് എന്നും, മൂന്നാമത്തെ രൂപത്തിന് ഖിറാൻ എന്നും പറയുന്നു. ഈ 3 രൂപങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ പ്രത്യേകം ഉപദേശിച്ചതും ഒന്നാമത്തെ രൂപമാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങൾ വെവ്വേറെ നിർവഹിക്കാൻ സാധിക്കുന്നതോടുകൂടി നിർബന്ധിതമായി ബലികർമ്മം അനുഷ്ഠിക്കപ്പെടുന്നു എന്നത് അതിന്റെ സവിശേഷതയാണ്. തമത്തു രൂപത്തിൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുന്നവർ അല്ലാഹുമ്മ ലബ്ബൈക ഉംറ, അല്ലാഹുവേ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് ഞാൻ നിന്റെ വിളിക്കുത്തരം ചെയ്യുന്നു എന്നും, ഹജ്ജിന് മാത്രം ഇഹ്റാം ചെയ്യുന്നവർ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, അല്ലാഹുവേ ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് നിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നു എന്നും, ഹജ്ജിനും ഉംറയ്ക്കും ഒന്നായി ഇഹ്റാം ചെയ്യുന്നവർ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ വ ഉംറ, അല്ലാഹുവേ ഹജ്ജിനും ഉംറയ്ക്കും ഇഹ്റാം ചെയ്തുകൊണ്ട് നിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നു എന്നും പറയൽ സുന്നത്താണ്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ധാരാളമായി തൽബിയത്ത് ചെല്ലൽ ഉത്തമമാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. പുരുഷന്മാർ ഉച്ചത്തിലും സ്ത്രീകൾ തങ്ങളുടെ കൂടെയിരിക്കുന്നവർ കേൾക്കുന്നത്ര ശബ്ദത്തിലുമാണ് തൽബിയത്ത് ചൊല്ലേണ്ടത്. കയറ്റം കയറുമ്പോഴും ഇറക്കം ഇറങ്ങുമ്പോഴും മറ്റ് യാത്രക്കാരെ കാണുമ്പോഴും നമസ്കാര ശേഷവും വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴും യാത്ര പുനരാരംഭിക്കുമ്പോഴും കൂടുതൽ തൽബിയത്ത് ചൊല്ലൽ സുന്നത്താണ്. ജിദ്ദയിൽ വിമാനം വഴി പോകുന്ന ഹാജിമാരിൽ അധികവും ഇറങ്ങുന്നത് ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിലായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ആധുനിക വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ജിദ്ദയിലെ എയർപോർട്ട്. ടെന്റുകളുടെ ആകൃതിയിലാണ് അതിന്റെ നിർമ്മാണം. 100 കണക്കിൽ ടെന്റുകൾ സംയോജിപ്പിച്ചതുപോലെ തോന്നും. എയർപോർട്ടിൽ 3 ടെർമിനലുകൾ ഉണ്ട്. ഒന്ന് സൗദി എയർലൈൻസിന് മാത്രമുള്ളതാണ്. രണ്ടാമത്തേത് ഇതര എയർലൈൻസുകൾക്കും. ഹജ്ജ് ടെർമിനലാണ് മൂന്നാമത്തേത്. അത് ഹജ്ജ് കാലത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. 150 ഏക്കറാണ് ഹജ്ജ് ടെർമിനലിന്റെ വിസ്തീർണം. 210 ടെന്റുകളുടെ സമുച്ചയമായ ഹജ്ജ് ടെർമിനൽ ഏറ്റവും പുതിയ ഇസ്ലാമിക വാസ്തുശില്പത്തിനുള്ള അന്താരാഷ്ട്ര അവാർഡിന് അർഹമായിട്ടുണ്ട്. ടെർമിനലിനുള്ളിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട വിവിധ ഓഫീസുകൾ, ബാങ്കുകൾ, ഷോപ്പുകൾ, റെസ്റ്റോറന്റുകൾ, നമസ്കാര സ്ഥലങ്ങൾ, ടോയ്ലറ്റുകൾ മുതലായവ സജ്ജീകരിച്ചിട്ടുണ്ട്. ഹാജിമാരെ വിമാനത്തിൽ നിന്ന് നേരെ ഹജ്ജ് ടെർമിനലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് പാസ്പോർട്ടിൽ ഇമിഗ്രേഷൻ സീലടിക്കുന്നു. പിന്നീട് മുത്തയ്യിഫ്മാരുടെ പൊതു ഓഫീസായ മക്തബുൽ വക്കലായിൽ മുവഹദിന്റെ ഉദ്യോഗസ്ഥന്മാർ ഡ്രാഫ്റ്റുകൾ വാങ്ങുകയും പാസ്പോർട്ടിൽ അൽ മുഅസ്സസത്തുൽ അഹ്ലിയ്യത്ത് തജ്ദീദിയ്യ ലിമുതവ്വിഫി ഹുജ്ജാജി ദുവലി ജനൂബി ആസിയ, നാഷണൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മുത്തവ്വിഫി സൗത്ത് ഏഷ്യൻ കൺട്രീസ് എന്ന സീലടിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് മുതലായ രാജ്യങ്ങളിലെ ഹാജിമാർക്കുള്ള മുത്തയ്യിഫ്മാരുടെ സ്ഥാപനത്തിന്റെ പേരാണ് ഇത്. ഹാജിമാർ നൽകുന്ന ട്രാൻസ്പോർട്ടേഷനുള്ള ഡ്രാഫ്റ്റിന് പകരം ബസ് ടിക്കറ്റ് നൽകുന്നു. ഓരോ ടിക്കറ്റിലും
4 കൂപ്പൺ ഉണ്ടായിരിക്കും. ജിദ്ദ മദീന, മദീന മക്ക, മക്ക അറഫാത്ത്, മിന മക്ക, മക്ക ജിദ്ദ എന്നീ സെക്ടറുകൾക്കുള്ളതാണ് കൂപ്പണുകൾ. ടിക്കറ്റിൽ ഹാജിയുടെ പേർ, നാഷണാലിറ്റി, പാസ്പോർട്ട് നമ്പർ എന്നിവ എഴുതിയിരിക്കും. സെക്യൂരിറ്റി പരിശോധനയ്ക്ക് ശേഷം ഹാജിമാരെ കസ്റ്റംസ് പരിശോധനയ്ക്ക് അയക്കുന്നു. കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് ഹാജിമാർ പുറത്തു വരുന്നത് വിശാലമായ ഹജ്ജ് ടെർമിനൽ കോംപ്ലക്സിലേക്കാണ്. അവിടെ ഹാജിമാരുടെ സാധനങ്ങൾ കൊണ്ടുപോകാനും വാഹനങ്ങൾ കയറ്റുന്നതിനും ചുമട്ടുകാരുണ്ടായിരിക്കും. മക്കയിലേക്ക് ജിദ്ദയിൽ നിന്ന് നേരെ മദീനയിൽ പോകാൻ ഉദ്ദേശിക്കാത്ത ഹാജിമാരെ മക്കയിലേക്ക് കൊണ്ടുപോകുന്നു. സർക്കാർ വാഹനങ്ങളിലായിരിക്കും യാത്ര. ഹജ്ജ് ടെർമിനലിൽ നിന്ന് 107 കിലോമീറ്ററാണ് മക്കയിലേക്കുള്ള ദൂരം. മക്കയുടെ അതിർത്തിക്ക് മുമ്പായി മക്ക ഗേറ്റ് കാണാം. നിവർത്തിവെച്ച മുസ്ഹഫിന്റെ മാതൃകയിലാണ് ഗേറ്റ് പണിതിട്ടുള്ളത്. മക്കയിൽ എത്തുന്നതിന് 20 കിലോമീറ്റർ മുമ്പായി ഹാജിമാർക്ക് മുത്തവിഫ്മാരുടെ നമ്പറുകൾ നിശ്ചയിച്ചു കൊടുക്കുന്നതിന് ഷുമൈസി എന്ന സ്ഥലത്ത് വാഹനങ്ങൾ നിർത്തുന്നു. ഹാജിമാരുടെ സ്പോൺസർമാരാണ് മുത്തവിഫ്മാർ. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അറബ് രാഷ്ട്രങ്ങൾ, ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങൾ, തുർക്കി, യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്കൻ അനറബി രാജ്യങ്ങൾ, ഇറാൻ എന്നിങ്ങനെ ലോകരാജ്യങ്ങളെ 6 ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോന്നിനും ഓരോ സ്ഥാപനം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ മൊത്തം ഏജൻസിയായി ജിദ്ദയിൽ ഒരു സംയുക്ത ഓഫീസുണ്ട്. അതാണ് മക്തബുൽ വക്കലാഇൽ മുവഹദ്, യുണൈറ്റഡ് ഏജൻസീസ് ഓഫീസ്. ജിദ്ദയിൽ ഹാജിമാരെ സ്വീകരിച്ച് വിശ്രമ സ്ഥലത്തെത്തിക്കുക, അവിടെ നിന്ന് മക്കയിലേക്കോ മദീനയിലേക്കോ വാഹന സൗകര്യം ഒരുക്കിക്കൊടുക്കുക, മക്കയിലും മദീനയിലുമുള്ള ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് വിവരമറിയിക്കുക മുതലായ കാര്യങ്ങൾ ഈ ഓഫീസിന്റെ ചുമതലയാണ്. ഓരോ മുത്തവിഫ് സ്ഥാപനത്തിന്റെയും കീഴിലുള്ള മുത്തവിഫ്മാരുടെ ഓഫീസുകൾക്ക് നമ്പർ ഉണ്ടായിരിക്കും. ഉദാഹരണമായി ദക്ഷിണേഷ്യയിൽ നിന്നുള്ള ഹാജിമാർക്കുള്ള സ്ഥാപനത്തിന് കീഴിൽ ഇപ്പോൾ 42 ഓഫീസുകളുണ്ട്. അതിൽ 20 മുതൽ 28 വരെയുള്ള ഓഫീസുകൾ ഇന്ത്യൻ ഹാജിമാർക്കുള്ള ഓഫീസുകളാണ്. ഗവൺമെന്റ് ഓരോ ഓഫീസിനും നിശ്ചിത എണ്ണം ഹാജിമാരെയാണ് അനുവദിച്ചിട്ടുള്ളത്. ഹാജിമാർക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന നമ്പർ ആവശ്യപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട്. ആവശ്യപ്പെടുന്ന നമ്പറിൽ നിശ്ചിത എണ്ണം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഒഴിവുള്ള നമ്പറായിരിക്കും നൽകുക. ഹാജിമാരുടെ പാസ്പോർട്ടും യാത്രാരേഖകളും സൂക്ഷിക്കുക, മക്കയിൽ താമസ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക, മിനായിലും അറഫയിലും ടെന്റുകൾ ഒരുക്കുക, മക്ക, മിന, അറഫാത്ത്, മുസ്ദലിഫ, മിന, മക്ക യാത്രക്ക് വാഹനം ഏർപ്പെടുത്തി കൊടുക്കുക, മക്കയിൽ നിന്ന് മദീനയിലേക്കും ജിദ്ദയിലേക്കും വാഹനങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കുക, രോഗികളുടെ ചികിത്സക്ക് ഏർപ്പാട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് മുത്തവിഫിന്റെ ചുമതല. മക്കയിൽ ഹാജിമാരെ നിശ്ചിത നമ്പർ മുത്തവിഫിന്റെ ഓഫീസിലേക്കാണ് കൊണ്ടുപോയി ഇറക്കുക. ബസ് ഡ്രൈവർ ഹാജിമാരുടെ പാസ്പോർട്ടുകൾ ഓഫീസിൽ ഏൽപ്പിക്കുന്നു. മുത്തവിഫ് താമസസ്ഥലം മുൻകൂട്ടി ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഹാജിമാരെ അവിടെ എത്തിക്കുകയും മുത്തവിഫിന്റെ ഓഫീസ് അഡ്രസ് രേഖപ്പെടുത്തിയ കാർഡ് നൽകുകയും ചെയ്യുന്നു. കൂടാതെ പാസ്പോർട്ട് മുത്തവിഫിന്റെ ഓഫീസിൽ സൂക്ഷിക്കുന്നതിന് പകരമായി ഹാജിമാരുടെ ഫോട്ടോ പതിച്ച ഒരു കമ്പ്യൂട്ടർ കാർഡും നൽകുന്നു. അതിൽ മുത്തവിഫിന്റെ ഓഫീസ് നമ്പർ, ടെലഫോൺ, ഫാക്സ് നമ്പറുകൾ, മക്ക, മിന, അറഫ അഡ്രസ് മുതലായവ ഉണ്ടായിരിക്കും. പാസ്പോർട്ട് സംബന്ധമായ എല്ലാ അത്യാവശ്യ വിവരങ്ങളും അതിൽ രേഖപ്പെടുത്തിയിരിക്കും. ഇടയ്ക്ക് ജിദ്ദയിലും മറ്റും പോകുന്ന ഹാജിമാർ പാസ്പോർട്ടിന് പകരം ഈ കാർഡ് കയ്യിൽ വെച്ചാൽ മതി. മുഹറം അവസാനം വരെയായിരിക്കും കാർഡിന്റെ കാലാവധി. മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തവർ അതിന്റെ കർമ്മങ്ങളും, ഹജ്ജിന് ഇഹ്റാം ചെയ്തവർ തവാഫുൽ ഖുദൂമും സൗകര്യം പോലെ നിർവഹിക്കുന്നു. മസ്ജിദുൽ ഹറാമിൽ ആദ്യമായി പ്രവേശിക്കുന്നവർ ബാബുസലാം
എന്ന വാതിലിലൂടെ പ്രവേശിക്കലാണ് ഉത്തമമെങ്കിലും സൗകര്യമനുസരിച്ച് ഏത് വാതിലിലൂടെയും പ്രവേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ച ബാബുസ്സലാം സഫാ മർവയ്ക്കിടയിലെ 24-ാം നമ്പർ വാതിലാണ്. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തവർ തവാഫ്, സഅയ്, മുടിയെടുക്കൽ എന്നീ കർമ്മങ്ങൾ പൂർത്തിയാക്കി ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുന്നു. ഹജ്ജിന് ഇഹ്റാം ചെയ്തവർ തവാഫുൽ ഖുദൂമിന് ശേഷം ഇഹ്റാമിൽ തന്നെ കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നു. മക്കയിലെ ഹറം. ഭൂമുഖത്തെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണ് മക്ക. ഖുർആനിൽ ബക്ക, ഉമ്മുൽ ഖുറ, അൽ ബലദുൽ അമീൻ എന്നീ പേരുകളാണ് വിശുദ്ധ മക്കക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ജനശൂന്യവും ജലശൂന്യവുമായിരുന്ന മക്ക ഇന്നൊരു വലിയ നഗരമാണ്. അമ്പരചുംബികളായ മണിമന്ദിരങ്ങളും പർവ്വതങ്ങൾ തുരന്നുണ്ടാക്കിയ റോഡുകളും നടപ്പാതകളും വാഹന നിബിഡമായ ഫ്ലൈ ഓവറുകളുമെല്ലാം മക്കയെ ഒരാധുനിക നഗരമാക്കി തീർത്തിരിക്കുന്നു. പുതുമയുടെ പ്രൗഢിയെ വിളിച്ചറിയിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പുറമെ പഴമയുടെ ലാളിത്യത്തെ അനുസ്മരിപ്പിക്കുന്ന ചെറുകിട കച്ചവടക്കാരെയും അവിടെ കാണാം. ഹാജിമാർക്കാവശ്യമായ എല്ലാ വസ്തുക്കളും അവിടെ ലഭിക്കുന്നു. ജിദ്ദയിൽ നിന്ന് 73 കിലോമീറ്ററാണ് മക്കയിലേക്കുള്ള ദൂരം. ചുറ്റുഭാഗത്തും മലകളും മൊട്ടക്കുന്നുകളുമാണുള്ളത്. വിശുദ്ധ മക്കയുടെ അതിർത്തി അള്ളാഹു നിശ്ചയിച്ചതാണ്. മക്ക വിജയവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെ ഈ നാടിനെ പവിത്രമാക്കിയിരിക്കുന്നു. അതിനാൽ ഇത് അന്ത്യനാൾ വരെ പവിത്രമായിരിക്കും. ഹറമിന്റെ വിവിധ ഭാഗങ്ങളിലെ അതിർത്തിയിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് വ്യത്യസ്ത ദൂരമാണുള്ളത്. കിഴക്കേ അതിർത്തി അറഫയോട് തൊട്ടുകിടക്കുന്ന നമിറ താഴ്വരയിലാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് അങ്ങോട്ട് 19 കിലോമീറ്റർ ദൂരമുണ്ട്. പടിഞ്ഞാറെ അതിർത്തി ജിദ്ദ റോഡിലുള്ള ഷുമൈസി എന്ന സ്ഥലമാണ്. മുമ്പ് ഹുദൈബിയ എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. 20 കിലോമീറ്ററാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അങ്ങോട്ടുള്ള ദൂരം. വടക്കു പടിഞ്ഞാറ് അതിർത്തി തൻഈം എന്ന സ്ഥലത്താണ്. മക്ക നിവാസികൾ സാധാരണ അവിടെ പോയാണ് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാറുള്ളത്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം. കഅബയും മസ്ജിദുൽ ഹറാമും. ഭൂമിയുടെ മധ്യബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്ന കഅബ ലോകത്തിലെ ഒന്നാമത്തെ ദൈവിക ഭവനമാണ്. മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് അതിനും. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതലുള്ള ചരിത്രമേ ഖുർആൻ പരാമർശിച്ചിട്ടുള്ളൂ. അദ്ദേഹം തന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം ഒന്നിച്ച് കഅബയുടെ അസ്ഥിവാരം പടുത്തുയർത്തിയ സംഭവം സ്മരിക്കുവാൻ അള്ളാഹു ആഹ്വാനം ചെയ്തിരിക്കുന്നു. കഅബ നിർമ്മാണത്തിന് സ്ഥാനനിർണയം ചെയ്തു കൊടുത്തത് അള്ളാഹു തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 35 വയസ്സ് പ്രായമായപ്പോൾ പ്രവാചകത്വലബ്ധിക്ക് 5 വർഷം മുമ്പ് ഖുറൈശികൾ കഅബ പുതുക്കിപ്പണിയുകയുണ്ടായി. വിഹിതമായ മാർഗത്തിൽ സമ്പാദിച്ച ധനമേ അതിന് ഉപയോഗിക്കാവൂ എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ധനം കഅബ പുനർനിർമ്മാണത്തിന് തികയാതെ വന്നപ്പോൾ ഹിജ്ർ ഇസ്മായിലിന്റെ ഭാഗത്ത് ഏകദേശം 3 മീറ്റർ സ്ഥലം ഒഴിവാക്കിയാണ് അവർ നിർമ്മാണം പൂർത്തിയാക്കിയത്. കഅബയുടെ മുകളിലുള്ള പാത്തിക്ക് അഭിമുഖമായി അർദ്ധവൃത്താകൃതിയിൽ കാണുന്ന അരമതിലിനും കഅബയുടെ ഭിത്തിക്കുമിടയിലുള്ള സ്ഥലമാണ് ഹിജ്ർ ഇസ്മായിൽ. കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുന്ന സ്ഥലത്തിന് മത്താഫ് എന്ന് പറയുന്നു. ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന പ്രത്യേകതരം വെളുത്ത മാർബിളാണ് അടിയിൽ വിരിച്ചിട്ടുള്ളത്. ഹജറുൽ അസ്വദിന്റെ ദിശ ബ്രൗൺ നിറമുള്ള മാർബിൾ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. തവാഫ് ആരംഭിക്കുന്നവർക്കും അവസാനിപ്പിക്കുന്നവർക്കും തങ്ങൾ ഹജറുൽ അസ്വദിന്റെ നേരെ എത്തിക്കഴിഞ്ഞു എന്നറിയാൻ അടിയിലെ ഈ അടയാളം ശ്രദ്ധിച്ചാൽ മതി. കൂടാതെ അതിന് നേരെ മുകളിൽ ട്യൂബ് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. മസ്ജിദുൽ ഹറാമിന്റെ 4 തട്ടുകൾ ഹജ്ജ് കാലത്ത് നമസ്കാരത്തിന് ഉപയോഗിച്ചു വരുന്നു.
ഭൂഗർഭ നിലയും ഗ്രൗണ്ട് ഫ്ലോറും ഒന്നാം നിലയും ടെറസും. ഗ്രൗണ്ട് ഫ്ലോറാണ് എപ്പോഴും നിറഞ്ഞു നിൽക്കുക, പിന്നീട് ഒന്നാം നിലയും. ടെറസ് വളരെ വിശാലമാണ്. കയറുവാനും ഇറങ്ങുവാനും വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന 56 ചലിക്കുന്ന കോണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മിനായിലേക്ക് ദുൽഹജ്ജ് 8 രാവിലെയാണ് ഹാജിമാർ മിനായിലേക്ക് പുറപ്പെടൽ സുന്നത്ത്. എങ്കിലും പല മുത്തവ്വിഫുമാരും 7 രാത്രി തന്നെ ഹാജിമാരെ മിനായിലേക്ക് കൊണ്ടുപോകുന്നു. ട്രാൻസ്പോർട്ട് സൗകര്യവും കാലാവസ്ഥയും പരിഗണിച്ചുകൊണ്ട് ഹജ്ജ് മന്ത്രാലയത്തിന്റെ അനുമതിയോടുകൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഹാജിമാർ താമസ സ്ഥലത്ത് നിന്ന് ഇഹ്റാം ചെയ്ത് വാഹനത്തിൽ കയറുവാൻ നിശ്ചിത സ്ഥലത്ത് എത്തിയാൽ മതി. പുറപ്പെടുന്നതിന് മുമ്പായി മിനായിലെ ടെന്റിന്റെ നമ്പർ എഴുതിയ കാർഡ് നിർബന്ധമായും വാങ്ങിയിരിക്കണം. അതനുസരിച്ചായിരിക്കും ക്യാമ്പിൽ പ്രവേശനം ലഭിക്കുക. മുത്തവീഫിന്റെ കീഴിൽ ഹജ്ജ് നിർവഹിക്കുന്നവർ മുത്തവീഫിന്റെ വാഹനത്തിൽ തന്നെ പോകുന്നതാണ് സൗകര്യം. അല്ലെങ്കിൽ ടെന്റ് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. മുത്തവീഫിന്റെ കീഴിലല്ലാതെ ഹജ്ജ് നിർവഹിക്കുന്നവർ ദുൽഹജ്ജ് 8 രാവിലെ പോയാൽ മതി. ആരോഗ്യമുള്ളവർക്ക് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. മക്കക്കും മുസ്ദലിഫയ്ക്കുമിടയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഏകദേശം 5.5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വിശാലമായ പ്രദേശമാണ് മിന. മസ്ജിദുൽ ഹറാം മുതൽ ജംറത്തുൽ അഖബ വരെയുള്ള ദൂരം 4 കിലോമീറ്ററാണ്. സഫാ മറുവക്ക് പിന്നിലുള്ള ടണലിലൂടെയാണ് നടപ്പാത. 2 മലകൾ തുറന്നുണ്ടാക്കിയ ടണൽ കഴിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവൻ പന്തൽ നിർമ്മിച്ചിരിക്കുന്നു. മിനായിൽ മസ്ജിദുൽ ഖൈഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് വേളയിൽ തമ്പടിച്ച് താമസിച്ച സ്ഥലത്താണ് വിശാലമായ ഈ പള്ളി പണിതിട്ടുള്ളത്. മുത്തവീഫിന്റെ കൂടെ ഹജ്ജ് ചെയ്യുന്ന ഹാജിമാർ മുത്തവീഫിന്റെ ടെന്റുകളിലാണ് താമസിക്കുക. മറ്റുള്ളവർ സൗകര്യമുള്ള മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്നു. ജംറ മുതൽ മുസ്ദലിഫ വരെയുള്ള 3 കിലോമീറ്റർ ദൂരം പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. ഹോട്ടലുകൾ, കടകൾ, ടോയ്ലറ്റുകൾ, വാട്ടർ കൂളറുകൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുമുള്ള ആ സ്ഥലത്താണ് ടെന്റുകളില്ലാത്ത ഹാജിമാരിൽ അധികവും താമസിക്കാറ്. ദുൽഹജ്ജ് 8 ളുഹർ, അസർ, മഗ്രിബ്, ഇശ എന്നീ നമസ്കാരങ്ങളും പിറ്റേന്ന് സുബഹ് നമസ്കാരവും മിനായിൽ വെച്ച് നിർവഹിക്കലും അന്ന് രാത്രി അവിടെ താമസിക്കലും സുന്നത്താണ്. മിനായിൽ താമസിക്കുന്ന ദിവസങ്ങളിലെ ഓരോ നമസ്കാരവും അതതിന്റെ സമയത്താണ് നിർവഹിക്കേണ്ടത്. എന്നാൽ ളുഹർ, അസർ, ഇശ എന്നീ നമസ്കാരങ്ങൾ ഖസ്റാക്കി 2 റക്അത്ത് വീതമാണ് നമസ്കരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് വേളയിൽ നമസ്കരിച്ചത് അങ്ങനെയായിരുന്നു. അറഫ ദിനം ദുൽഹജ്ജ് 9 രാവിലെ സൂര്യോദയത്തിന് ശേഷം ഹാജിമാർ അറഫയിലേക്ക് പുറപ്പെടുന്നു. മുത്തവീഫിന്റെ വാഹനങ്ങളിൽ പോകുന്നവർ മുത്തവീഫിന്റെ ക്യാമ്പിന് മുന്നിലാണ് ചെന്നിറങ്ങുക. ഏതാനും മണിക്കൂറുകൾ മാത്രം കഴിച്ചുകൂട്ടാനുള്ള സ്ഥലമായതിനാൽ പന്തൽ രൂപത്തിലുള്ള വിശാലമായ ടെന്റുകളായിരിക്കും അവിടെ. പ്രവേശനം നമ്പർ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. മക്കയിൽ നിന്ന് 22 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വിജനമായ പ്രദേശമാണ് അറഫ. ഹറമിന്റെ അതിർത്തിക്ക് പുറത്താണത്. അതിർത്തിയിൽ ഒരു പള്ളിയുണ്ട്. 3 ലക്ഷം ആളുകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുള്ള ആ പള്ളി മസ്ജിദ് നമിറ എന്ന പേരിൽ അറിയപ്പെടുന്നു. വാദി നമിറ എന്ന താഴ്വരയിൽ ആയതുകൊണ്ടാണ് മസ്ജിദ് നമിറ എന്ന പേർ ലഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ ദുൽഹജ്ജ് 9 രാവിലെ പുറപ്പെട്ട് ഉച്ചവരെ ഇറങ്ങി താമസിച്ചതും ഹജ്ജിന്റെ ഖുത്ബ നിർവഹിച്ചതും ളുഹറും അസ്റും ജമ്മും കസറുമായി നമസ്കരിച്ചതും അവിടെ നിന്നായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പുറപ്പെടുകയും ജബലുർ റഹ്മ എന്ന കുന്നിന് താഴെയുള്ള പാറക്കെട്ടുകൾക്കിടയിൽ നിന്നുകൊണ്ട് സൂര്യാസ്തമയം വരെ പ്രാർത്ഥിക്കുകയുമുണ്ടായി. ഹജ്ജിന്റെ അമീർ
ഹാജിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നത് മസ്ജിദ് നമറയിൽ വെച്ചാണ്. മുത്തയ്യിഫ്മാരുടെ ക്യാമ്പുകളിലുള്ള ഹാജിമാർക്ക് ആ പ്രസംഗം കേൾക്കാൻ സാധിക്കുകയില്ല. റേഡിയോ കയ്യിലുണ്ടെങ്കിൽ അതിലൂടെ ശ്രവിക്കാം. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു ونستغفره ونستهديه ونتوب إليه ونعوذ به من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا إلى يوم الدين. أما بعد، أيها الناس، اتقوا الله تعالى حق التقوى. اتقوه تعالى بامتثال أمره واجتناب نهيه لتكونوا من السعداء في الدنيا والآخرة. أمة الإسلام، إن من كمال حكمة الرب وكمال عدله أن بعث رسله مبشرين ومنذرين ليقيم بهم حجته على العباد. رسلا مبشرين ومنذرين لئلا يكون للناس على الله حجة بعد الرسل. جعل الله الرسل متفاوتين في الفضل. تلك الرسل فضلنا بعضهم على بعض، منهم من كلم الله ورفع بعضهم درجات. اختار أولو العزم الخمسة نوحا وإبراهيم وموسى وعيسى وسيد ولد آدم محمد صلى الله عليه وسلم. أمة الإسلام، إن لهذا النبي الكريم علينا حقوقا واجب علينا رعايتها والقيام بحقها. فأعظم حق له علينا أن نؤمن به ونصدق رسالته ونعتقد أنه عبد الله ورسوله والواسطة بيننا وبين الله في تبليغ شرعه ودينه. فإن الإيمان به أحد ركنا التوحيد، إذ التوحيد قائم على ركنين: تحقيق شهادة أن لا إله إلا الله وأن محمدا رسول الله. علينا صلى الله عليه وسلم، ومن حقه علينا صلى الله عليه وسلم أن نحكم سنته وأن نتحاكم إليها وأن نستجيب لمن دعانا إلى التحاكم إليها وأن نرضى بحكمه ونسلم، وأن لا يكون في صدورنا حرج من أي حكم حكم به صلى الله عليه وسلم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. إن المتدبر لحال العرب قبل الإسلام يعلم أنهم في غاية من الضلال، في غاية من الجهل والإعراض، في جهالة جهلا
وضلالة عمياء لا يعرفون منكرا من معروف ولا حقا من باطل، متفرقين تسودهم الحروب الطاحنة، يقضي القوي على الضعيف، فهم في غاية من الجهل والضلال، كما قال الله لهم: وإن كنتم من قبله لمن الضالين. فلحج بيت الله الحرام حج نبيكم صلى الله عليه وسلم حجة واحدة تعرف عند المسلمين بأنها حجة الوداع. هذه الحجة العظيمة أعلمهم فيها مناسك حجهم، فما عمل عملا إلا قال لهم: خذوا عني مناسككم فلعلي لألقاكم بعد عامي هذا. ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أعاده الله علي وعليكم وعلى إمام المسلمين وسائر المسلمين باليمن والبركة والخير، وصلى الله وسلم وبارك على عبد الله ورسوله محمد وعلى آله وصحبه وسلم تسليما كثيرا. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة حي على الصلاة حي على الفلاح. قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر لا إله إلا الله. استووا استووا. الله أكبر الله أكبر. الحمد لله رب العالمين مالك يوم الدين صراط الذين أنعمت عليهم الله أكبر الله أكبر. سمع الله لمن حمده. ربنا ولك الحمد. الله أكبر الله أكبر. الله أكبر الله أكبر. الله أكبر الله أكبر. السلام عليكم ورحمة الله.
السلام عليكم ورحمة الله. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر. لا إله إلا الله. الله أكبر. الله أكبر. الله أكبر. الله أكبر. سمع الله لمن حمده. ربنا ولك الحمد. الله أكبر. الله أكبر. الله عليكم ورحمة الله. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. മസ്ജിദ് നബിയിൽ നിന്ന് ദൂരെയുള്ളവർ അവിടെ പോയി നമസ്കരിക്കാൻ സാഹസപ്പെടേണ്ടതില്ല. നമിറയിൽ ഇറങ്ങി നമസ്കരിക്കാൻ സൗകര്യപ്പെടാത്തവർ അറഫയിൽ വെച്ച് ലുഹുറും അസ്റും നമസ്കരിക്കുകയാണ് വേണ്ടത്. ലുഹുറും അസ്റും ലുഹുറിന്റെ സമയത്ത് ഒരു ബാങ്കോടും 2 ഇഖാമത്തോടും കൂടി ജമ്മും കസറുമായി നമസ്കരിച്ചാൽ മതി. സുന്നത്ത് നമസ്കരിക്കേണ്ടതില്ല. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫയിലെ നൃത്തം. അൽ ഹജ്ജു അറഫ, ഹജ്ജ് അറഫയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ലുഹുർ അസ്ർ നമസ്കാരങ്ങൾക്ക് ശേഷമാണ് അറഫയിലെ നൃത്തം ആരംഭിക്കുന്നത്. തദവസരത്തിൽ ഖിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് കൈ ഉയർത്തി ധാരാളമായി ദിക്റും ദുആയും ചെയ്യൽ സുന്നത്താണ്. തൽബിയത്തും ഖുർആൻ പാരായണവും ഉത്തമമാണ്. ചില ആളുകൾ അറഫയിലെ ജബലുർ റഹ്മ എന്ന കുന്നിന് മുകളിൽ കയറി പ്രാർത്ഥിക്കാറുണ്ട്. അതിന് അടിസ്ഥാനമൊന്നുമില്ല. കുന്നിന് താഴെയുള്ള പാറക്കെട്ടുകൾ കരികെ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് വേളയിൽ പ്രാർത്ഥിച്ചത്. സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് അറഫയിൽ നിൽക്കേണ്ടത്. സൂര്യാസ്തമയത്തിന് മുമ്പ് അറഫയുടെ അതിർത്തി വിടാൻ പാടില്ല. മുസ്ദലിഫയിൽ സൂര്യാസ്തമയത്തിന് ശേഷം ഹാജിമാർ മുസ്ദലിഫയിലേക്ക് പോകുന്നു. അറഫയുടെയും മിനായുടെയും ഇടയിലുള്ള സ്ഥലമാണ് മുസ്ദലിഫ. മഗ്രിബും ഇശായും മുസ്ദലിഫയിൽ എത്തിയ ശേഷമാണ് നമസ്കരിക്കേണ്ടത്. മഗ്രിബ് 3 റക്അത്തും ഇശ 2 റക്അത്തും ജമ്മും കസറുമായി ഒരു ബാങ്കും 2 ഇഖാമത്തും കൊടുത്തുകൊണ്ട് നമസ്കരിക്കണം. ഹാജിമാർ മുസ്ദലിഫയിലാണ് അന്ന് രാത്രി കഴിച്ചുകൂട്ടേണ്ടത്. പക്ഷേ സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ മുതലായ ദുർബലർക്കും അവരുടെ കൂടെ പോകുന്നവർക്കും അർദ്ധരാത്രിക്ക് ശേഷം മിനായിലേക്ക് പോകാൻ അനുവാദമുണ്ട്. മറ്റുള്ളവർ സുബഹ് നമസ്കാരം കഴിഞ്ഞ് നേരം വെളുത്ത ശേഷമാകുന്നു മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെടേണ്ടത്. ഖിബിലക്ക് നേരെ നിന്ന് കൈ ഉയർത്തി ധാരാളം ദിക്റും ദുആയും ചെയ്യുന്നത് സുന്നത്താണ്. മുസ്ദലിഫയിൽ ഹുസൈ എന്ന കുന്നിന് താഴെ മശ്അറുൽ ഹറാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കഴിച്ചുകൂട്ടിയത് അവിടെയായിരുന്നു. പള്ളി പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. ജംറത്തുൽ അഖബയിൽ എറിയാനുള്ള 7 കല്ലുകൾ മുസ്ദലിഫയിൽ നിന്ന് എടുക്കാവുന്നതാണ്. മിനായിൽ നിന്നും എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെട്ട ശേഷം വഴിയിൽ വെച്ച് 7 കല്ലുകൾ പെറുക്കിക്കൊടുക്കാൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് കൽപ്പിക്കുകയാണ് ചെയ്തത്. മറ്റു ദിവസങ്ങളിൽ എറിയാനുള്ള കല്ലുകൾ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിൽ നിന്നാണ് എടുത്തത്. മുസ്ദലിഫയിൽ
ടെന്റുകളോ മുത്തൈഫ്മാർക്ക് പ്രത്യേക ക്യാമ്പുകളോ ഉണ്ടായിരിക്കുകയില്ല. മുസ്ദലിഫയുടെ അതിർത്തിക്കുള്ളിൽ എവിടെയും ഇറങ്ങി രാത്രി കഴിച്ചുകൂട്ടാം. ഹാജിമാരുടെ ഇടത്താവളമാണ് മുസ്ദലിഫ. അറഫ ദിവസത്തെയും പെരുന്നാൾ ദിവസത്തെയും തുടർച്ചയായ കർമ്മങ്ങൾക്കിടയിൽ വിശ്രമിക്കുകയാണ് പ്രധാനമായും ഉദ്ദേശിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ വരെ ഉറങ്ങുകയുണ്ടായി. ദുൽഹജ്ജ് 10 കർമ്മങ്ങൾ. ഹാജിമാർ ദുൽഹജ്ജ് 10 രാവിലെ മിനായിൽ തിരിച്ചെത്തുന്നു. മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് നടന്നെത്താവുന്ന ദൂരമേയുള്ളൂ. വാഹനങ്ങൾ ഇടക്ക് വെച്ച് തിരക്കിൽ കുടുങ്ങിപ്പോവുക സാധാരണമാണ്. ഹജ്ജിലെ ഏറ്റവും തിരക്ക് പിടിച്ച ദിവസമാണ് ദുൽഹജ്ജ് 10. അന്ന് 5 കർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നു. 1 ജംറത്തുൽ അഖബയിൽ കല്ലേറ്, 2 ബലിയെറുക്കൽ, 3 മുടിയെടുക്കൽ, 4 തവാഫുൽ ഇഫാല, 5 സഅയ്. ഹാജിമാർ മിനായിലെത്തി വിശ്രമിച്ച ശേഷം സൗകര്യാനുസൃതം ജംറത്തുൽ അഖബയിൽ കല്ലെറിയേണ്ടതാണ്. ജംറത്തുൽ അഖബയുടെ അടുത്തെത്തിയാൽ തൽബിയത്ത് നിർത്തുകയും 7 കല്ലുകൾ കൊണ്ട് ജംറയിൽ എറിയുകയും വേണം. ഓരോ കല്ല് വീതമാണ് എറിയേണ്ടത്. ഓരോ കല്ലെറിയുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ്. രാവിലെ നല്ല തിരക്കായിരിക്കും. വൈകുന്നേരം ആപേക്ഷികമായി തിരക്ക് കുറയും. താഴെ നിന്നും മുകളിൽ നിന്നും കല്ലെറിയാൻ സൗകര്യമുണ്ട്. ജംറത്തുൽ അഖബയിലെ കല്ലേറ് കഴിഞ്ഞാൽ ബലിയെറുക്കാനുള്ളവർ അത് നിർവഹിക്കുകയാണ് വേണ്ടത്. ഹജ്ജ് മാസങ്ങളിൽ ഉംറ നിർവഹിച്ച് അതേ വർഷം ഹജ്ജ് ചെയ്യുന്നവർക്കും ഹജ്ജും ഉംറയും ഒന്നായി നിർവഹിക്കുന്നവർക്കും ബലി നിർബന്ധമാണ്. ഹജ്ജ് മാത്രം നിർവഹിക്കുന്നവർക്ക് ബലി നിർബന്ധമില്ല. ആട്, മാട്, ഒട്ടകം എന്നിവയാണ് ബലിമൃഗങ്ങൾ. ആടാണെങ്കിൽ ഒരാൾക്ക് 1 തന്നെ നിർബന്ധമാണ്. മാടോ ഒട്ടകമോ ആണെങ്കിൽ ഒരു മൃഗത്തിൽ 7 വരെ ആളുകൾക്ക് പങ്കാകാം. ബലിമൃഗങ്ങളുടെ മാംസം സാധിക്കുമെങ്കിൽ സ്വയം ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയുമാണ് വേണ്ടത്. എന്നാൽ ഹജ്ജിൽ വന്ന വീഴ്ചകളുടെ ഫിദിയ, അതായത് പ്രായശ്ചിത്തം ആയി അറുക്കുന്ന മൃഗങ്ങളുടെ മാംസം അറുക്കുന്നവർക്ക് ഭക്ഷിക്കാൻ പാടില്ല. അത് ഹറമിലെ സാധുക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ബലികർമ്മം ദുൽഹജ്ജ് 10 തന്നെ നിർവഹിക്കണമെന്ന് നിർബന്ധമില്ല. ബലിയുടെ സമയം ദുൽഹജ്ജ് 13 വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്നു. സ്വന്തം കൈകൊണ്ട് ബലിയെറുക്കുകയാണ് ഉത്തമം. മിനായിലുള്ള അറവുശാലകളിൽ നിന്ന് മൃഗങ്ങളെ വാങ്ങി സ്വയം ബലിയെറുക്കാവുന്നതാണ്. സ്വയം ബലിയെറുത്ത് മാംസം പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തവർക്ക് 1982 മുതൽ ഗവൺമെന്റ് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുകയുണ്ടായി. അതനുസരിച്ച് നിശ്ചിത സംഖ്യക്കുള്ള വൗച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ ജിദ്ദയിലെ ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ബലി നടത്തി അർഹന്മാർക്ക് മാംസം എത്തിച്ചു കൊടുക്കുന്നു. മതപരവും വൈദ്യശാസ്ത്രപരവുമായ എല്ലാ ഉപാധികളും പൂർത്തിയാക്കിയ മൃഗങ്ങളെ മാത്രമേ ബലിയെറുക്കുകയുള്ളൂ. വിവിധ വകുപ്പുകളിലെ പ്രതിനിധികളടങ്ങിയ കമ്മിറ്റിയാണ് അറവിന് മേൽനോട്ടം വഹിക്കുക. ഹാജിമാർ അറവിനുള്ള വൗച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ബാധ്യത അവസാനിച്ചു. അവർക്ക് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാൻ അറവ് നടന്നോ എന്ന് അറിയേണ്ട ആവശ്യമില്ല. പിന്നീട് ഹാജിമാർ തലമുടി എടുക്കുന്നു. മുടി മുഴുവനായി കളയുകയോ വെട്ടുകയോ ആവാം. മുഴുവൻ കളയുന്നതാണ് ഉത്തമം. സ്ത്രീകൾ മുടിയുടെ അറ്റത്ത് നിന്ന് വിരൽ തുമ്പിന്റെ അത്ര മുറിക്കുകയാണ് വേണ്ടത്. ഹജ്ജിന്റെ നിർബന്ധ തവാഫായ തവാഫുൽ ഇഫാല അന്ന് തന്നെ നിർവഹിക്കുകയാണ് നല്ലത്. അത് പിന്തിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ അത് ഹജ്ജിന്റെ പ്രായശ്ചിത്തം കൊണ്ട് പരിഹരിക്കപ്പെടാത്ത റുക്കനായതുകൊണ്ടും ഇഹ്റാമിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകാൻ അത് ഉപാധിയായതുകൊണ്ടും കഴിവതും നേരത്തെ തന്നെ നിർവഹിക്കുകയാണ് ഉത്തമം. തവാഫിന് ശേഷം സഅയും നിർവഹിക്കണം. പക്ഷേ ഹജ്ജിന് മാത്രം ഇഹ്റാം ചെയ്യുന്ന ഇഫ്രാദ് രൂപത്തിലോ ഹജ്ജിനും ഉംറക്കും ഒന്നായി ഇഹ്റാം ചെയ്യുന്ന ഖിറാൻ രൂപത്തിലോ
ഇഹ്റാം ചെയ്തവർ മക്കയിൽ എത്തിയ ഉടനെ നിർവഹിക്കുന്ന തവാഫുൽ ഖുദൂമിന്റെ കൂടെ സഅയ് നടത്തിയിട്ടുണ്ടെങ്കിൽ തവാഫുൽ ഇഫാദക്ക് ശേഷം സഅയ് നടത്തേണ്ടതില്ല. ജംറത്തുൽ അഖബയിലെ കല്ലേറും മുടിയെടുക്കലും കഴിഞ്ഞാൽ ഹാജിമാർക്ക് ഇഹ്റാമിൽ നിന്ന് ഭാഗികമായി ഒഴിവാകാവുന്നതാണ്. സ്ത്രീ പുരുഷ സംസർഗം ഒഴികെ ഇഹ്റാം കൊണ്ട് നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളും അവർക്ക് അനുവദനീയമായിരിക്കും. തവാഫുൽ ഇഫാദ കൂടി നിർവഹിച്ചു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ സംസർഗവും അനുവദനീയമാണ്. മിനായിൽ താമസം. ഹാജിമാർ പെരുന്നാൾ ദിവസം കൂടാതെ 3 ദിവസമാണ് മിനായിൽ താമസിക്കേണ്ടത്. ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങൾ. പ്രസ്തുത ദിവസങ്ങളിൽ 3 ജംറകളിൽ കല്ലെറിയേണ്ടതാണ്. ആദ്യം ജംറത്തു സുഗ്റായിലും പിന്നീട് ജംറത്തുൽ വുസ്തായിലും അവസാനം ജംറത്തുൽ അഖബയിലും. ഒന്നാമത്തെയും രണ്ടാമത്തെയും ജംറകളിൽ കല്ലേറ് കഴിഞ്ഞ ശേഷം ഖിബിലക്ക് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കൽ സുന്നത്താണ്. ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് കല്ലെറിയേണ്ടത്. ആരെങ്കിലും ഉച്ചയ്ക്ക് മുമ്പ് കല്ലെറിഞ്ഞു പോയാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും എറിയേണ്ടതാണ്. ദുൽഹജ്ജ് 12 ജംറകളിലെ കല്ലേറ് കഴിഞ്ഞ ശേഷം മിന വിടാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ മിന വിടുന്നവർ സൂര്യാസ്തമയത്തിന് മുമ്പായി മിനയുടെ അതിർത്തി വിട്ടുകിടക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അന്ന് രാത്രി കൂടി മിനായിൽ താമസിക്കുകയും പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷം കല്ലെറിയുകയും ചെയ്യണം. തവാഫുൽ വിദാ. ഹജ്ജിലെ അവസാനത്തെ കർമ്മമാണ് തവാഫുൽ വിദാ. ഹാജിമാർ മക്ക വിടുമ്പോൾ നിർവഹിക്കുന്ന തവാഫായതുകൊണ്ടാണ് അതിന് തവാഫുൽ വിദാ, വിടവാങ്ങുന്ന തവാഫ് എന്ന് പറയുന്നത്. ആർത്തവം, പ്രസവം എന്നീ കാരണങ്ങളാൽ അശുദ്ധിയുള്ള സ്ത്രീകൾ ഒഴികെ എല്ലാ ഹാജിമാർക്കും അത് നിർബന്ധമാണ്. അതോടുകൂടി ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം പൂർത്തിയായി. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പെട്ടതല്ലെങ്കിലും ഹാജിമാരിൽ പലരും മക്കയിൽ ചില സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. അതിലൊന്നാണ് അൽ മുഅല്ല ഖബർസ്ഥാൻ. മക്കയിലെ ഖബർസ്ഥാനായ അൽ മുഅല്ല മസ്ജിദുൽ ഹറാമിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്നു. പ്രവാചക പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബർ അവിടെയാണുള്ളത്. ഇസ്ലാമിൽ ഒരു പുണ്യകർമ്മമാണ് ഖബർ സന്ദർശനം. ഖബറുമായി ബന്ധപ്പെട്ട ശിർക്കുപരമായ അനാചാരങ്ങളിൽ നിന്ന് ജനങ്ങളെ വിമുഖരാക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു എങ്കിലും പിന്നീട് നിരോധം എടുത്തുകളയുകയും ഖബർ സിയാറത്തിന് കൽപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുറൈദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, കുന്തു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറുഹാ ഫഇന്നഹാ തുസക്കിറുകുമുൽ ആഖിറ. ഞാൻ നിങ്ങളോട് ഖബർ സന്ദർശനം വിലക്കിയിരുന്നു. ഇനി നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക, കാരണം അത് നിങ്ങളിൽ പരലോക സ്മരണ ജനിക്കുവാൻ സഹായകമാണ്. ഖബറിൽ മറമാടപ്പെട്ടവർക്ക് സലാം പറയുകയും അവർക്കും അവരെ സന്ദർശിക്കുന്നവർക്കും വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയുമാണ് ഖബർ സിയാറത്തിന്റെ രീതി. ഹിറാ ഗുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രവാചകത്വം സിദ്ധിക്കുകയും ഖുർആനിലെ ആദ്യ സൂക്തങ്ങൾ അവതരിക്കുകയും ചെയ്ത സ്ഥലമാണ് ഹിറാ ഗുഹ. മക്കയിൽ നിന്ന് അറഫയിലേക്കുള്ള വഴിമധ്യേ മസ്ജിദുൽ ഹറാമിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ വടക്ക് ഭാഗത്തായി ജബലുൻ നൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മലയുണ്ട്. അതിനു മുകളിൽ ഇടത് ഭാഗത്താണ് ഹിറാ ഗുഹ. സമുദ്രനിരപ്പിൽ നിന്ന് 634 മീറ്റർ ഉയരത്തിലാണത് സ്ഥിതി ചെയ്യുന്നത്. സൂറത്തുൽ അലക്കിൽ നിന്നുള്ള ആദ്യത്തെ 5 ആയത്തുകൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അവതരിപ്പിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് സന്മാർഗത്തിന്റെ പ്രകാശം അല്ലാഹു നൽകിയ മലയായതുകൊണ്ടാണ് ആ മലക്ക് ജബലുൻ നൂർ പ്രകാശഗിരി എന്ന പേർ സിദ്ധിച്ചത്.
ഒരു പ്രധാന സംഭവത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലം എന്ന നിലയിൽ പലരും ആ ഗുഹ സന്ദർശിക്കാറുണ്ടെങ്കിലും അതിന് പുണ്യമൊന്നുമില്ല. വിവരമില്ലാത്ത പലരും അവിടെ പോയി ഇസ്ലാമിക വിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്യുന്നത് കാരണം സൗദി അറേബ്യയിലെ മതകാര്യ വകുപ്പ് ആളുകളെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താറുണ്ട്. സൗർ ഗുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മദീനയിലേക്കുള്ള ഹിജറ വേളയിൽ 3 ദിവസം ഒളിച്ചിരുന്ന ഗുഹയാണ് സൗർ. മക്കയിൽ നിന്ന് 3 കിലോമീറ്റർ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ ഉച്ചിയിൽ ഒരു പാറയുണ്ട്. അതിനടിയിലാണ് ഗുഹ. കിഴക്കും പടിഞ്ഞാറും ഭാഗത്തുകൂടെ അതിൽ പ്രവേശിക്കാവുന്നതാണ്. ചെന്നെത്താൻ വളരെ പ്രയാസകരമായ ഈ ഗുഹ സമുദ്രവിതാനത്തിൽ നിന്ന് 759 മീറ്റർ ഉയരത്തിലാണ്. ഹിജറ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അനുഭവിച്ച ബുദ്ധിമുട്ടും അവരുടെ ആസൂത്രണ പാഠവും മനസ്സിലാക്കാമെന്നല്ലാതെ സൗർ ഗുഹ സന്ദർശനത്തിന് ഇസ്ലാമിക ദൃഷ്ട്യാ പുണ്യമൊന്നുമില്ല. ഹിറാ ഗുഹയിലേക്കുള്ള വഴിയേക്കാളും പ്രയാസകരമാണ് സൗർ ഗുഹയിലേക്കുള്ള വഴി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.